നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ നന്നാവാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ അവൾക്ക് നന്നാവാൻ പറ്റാത്ത പോലെ. ഒരു ദിവസം ഒരു 14 വയസ്സുള്ളൊരു പെൺകൊച്ച് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അവൾ പറഞ്ഞത് ഇതാണ്: അവളൊരു അഴുക്ക കുട്ടിയാണ്, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അവൾ ചോദിച്ചത്. ഞാൻ അവളോട് കൂടുതലായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അവൾ ജനിച്ചപ്പോൾ തന്നെ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ വളർത്തപ്പെട്ട കുട്ടിയാണ്. ഇവൾ വളർന്നു വന്നതെല്ലാം ദൈവവചനം അനുസരിച്ച്, ദൈവവചനം പഠിച്ചൊക്കെയാണ്. അവളുടെ മാതാപിതാക്കൾ അങ്ങനെയാണ് അവളെ വളർത്തിയത്. എന്നാൽ അവൾ വളർന്നു വന്ന അവളൊരു ടീനേജിലേക്ക് കടന്നപ്പോൾ, ഒരു 13 വയസ്സിലേക്ക് കടന്നപ്പോഴത്തേക്ക് അവളുടെ ക്യാരക്ടർ മൊത്തവും മാറി. അതുവരെ മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്ന അവൾ പെട്ടെന്ന് വയലൻ്റ് ആവാൻ തുടങ്ങി. അവരെ ബഹുമാനമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അവർ പറയുന്നതിനെ എല്ലാം തിരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്ന് ഇവളിങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഇവളെടുത്ത് പറഞ്ഞു, നീ ഒരു പിശാചാണ്, നീ പോയിരുന്ന് പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവളെ വല്ലാതെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈ സമയം ഇവൾക്ക് ഈ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിക്കുകയും വീണ്ടും ദേഷ്യം വരികയും ചെയ്യും. നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ നന്നാവാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ അവൾക്ക് നന്നാവാൻ പറ്റാത്ത പോലെ. മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തൽ കാരണം ഇവളെന്തോ ഇത് യേശുവായിട്ട് ഭയങ്കരമായിട്ട് അകന്ന്, ചർച്ചിൽ പോവാതായി, പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ്, ദൈവമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന കുഞ്ഞ് ഇപ്പോൾ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതെ. അപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്ത് പിശാച് അവളുടെ ജീവിതത്തിലേക്ക് കടക്കുകയും പിശാച് അവളെ വലിയ പാപങ്ങളിലേക്ക് നയിക്കുകയും ഇപ്പോൾ യേശുവുമായി ഒരു ബന്ധമില്ലാത്ത വലിയൊരു പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചത്. അപ്പോൾ ഇവളുടെ ഉള്ളിനുള്ളിൽ ഒരാഗ്രഹമുണ്ട്, യേശുവായിട്ട് ഇനിയും ആ പഴയൊരു ലൈഫിലേക്ക് തിരിച്ചു വന്ന യേശുവായിട്ടുള്ള ബന്ധം തിരിച്ച് റിക്കവർ ചെയ്യണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നാൽ ഇവൾ ആരുടെയെങ്കിലും ഇത് തുറന്ന് പറയാൻ അവരല്ല ഇവളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും ഇവളെ സ്നേഹിയാണ് തെറ്റുകാരി എന്നുള്ള രീതിയിൽ ഇവളോട് സംസാരിക്കുകയും ചെയ്യുന്ന കാരണം ഇവൾ നിരാശയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാണ് തീർച്ചയായും. ഇവിടെയാണ് ഹീൽ യുവർ ഇന്നർ ബീയിങ് എന്നുള്ള ഒരു സീരീസിലൂടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല സ്വഭാവങ്ങൾക്ക് പിന്നിലും ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യമാണെങ്കിൽ നെഗറ്റീവ് സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന ഒരു സ്വഭാവമാണെങ്കിൽ നമുക്കത് പ്രാർത്ഥിച്ച് മാറ്റാം. നമ്മുടെ മനസ്സാണ് കൂടുതലും നമ്മളെ ക്യാരക്ടറിനെ രൂപീകരിക്കുന്നത്. നമ്മളെ പേഴ്സണാലിറ്റീനെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. പക്ഷെ ചില സമയത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഘടകങ്ങൾ നമ്മളെ സ്വഭാവത്തെ സ്വാധീനിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ക്യാരക്ടറിനെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞിലെ മുതൽ നമ്മൾ കടന്നുപോയ പല തെറ്റായ അനുഭവങ്ങളും നമ്മളെ സ്വഭാവത്തെയും നമ്മുടെ പേഴ്സണാലിറ്റിയെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ അത് സ്വാധീനിക്കാറുണ്ട്. നമ്മളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു മുറിവായിട്ട് തന്നെ കിടക്കും. ആ മുറിവിൽ നിന്നായിരിക്കും നമ്മളെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും അത് നെഗറ്റീവായിരിക്കും, ദൈവികമാവണമെന്നില്ല. ഇതെല്ലാം നമ്മൾ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്നതാണ്. പലപ്പോഴും നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തെയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെയും ഈ മുറിവുകൾ കാരണം, ഈ മുറിവിൽ നിന്ന് വന്ന സ്വഭാവം കാരണം ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. കുഞ്ഞുനാൾ മുതൽ നമുക്ക് ഏറ്റ മുറിവുകൾ എന്തൊക്കെയാണെന്ന് ദൈവവചന പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കണ്ടെത്തി നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സീരീസാണ് ഹീൽ യുവർ ഇന്നർ ബീയിങ് എന്നുള്ള ഈ സീരീസ്. പല വ്യക്തികളുടെ വാക്കിനാലും പലതരം സാഹചര്യങ്ങളാലും നിങ്ങളുടെ മനസ്സിനെ മുറിവേറ്റിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യണം. വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. തീർച്ചയായും ആ കമൻറ്റുകൾക്കെല്ലാം ഞാൻ വീഡിയോയിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റിലേറ്റീവ്സും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണില്ലേ ഈ സീരീസ് കൊണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന, മനസ്സിനെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി നിരാശപ്പെട്ടിരിക്കുന്ന പലരും കാണില്ലേ, അവർക്കെല്ലാം ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു.